നമുക്കിന്നൊരു സിമ്പിൾ ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അതായത് ആപ്പിൾ, ഗ്രേപ്സ്, ബനാന, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ അതിനെയെല്ലാം ചോപ്പ് ചെയ്ത് ഒരുമിച്ച് ഒരു ബൗളിലിട്ടാക്കുക. ആദ്യം നമ്മൾ ഗ്രേപ്സ് 2 കളർ ഇടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്പിൾ ചോപ്പ് ചെയ്ത് ഇടുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബനാനാസ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രൂട്ട്സ് കുറവാണെങ്കിൽ ഫ്രൂട്ട് കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്, അതിൻ്റെ വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ്, കുറച്ച് മധുരം കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആ മിൽക്ക് മെയ്ഡ് നമുക്ക് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. കമ്പൽസറി അല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമുക്കിവിടെ റെഡിമെയ്ഡ് കസ്റ്റാർഡ് വാങ്ങിക്കാൻ കിട്ടും. ഇന്ന് നോ കുക്കിംഗ് ആണേ, അപ്പോൾ റെഡിമെയ്ഡ് കസ്റ്റാർഡിൻ്റെ ക്രീം യൂസ് ചെയ്യുക. അല്ല ഇതല്ല, ഇനി കസ്റ്റാർഡ് ഉണ്ടാക്കി തന്നെ പറ്റുമെന്നുള്ളവർക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന റെസിപ്പികൾ നോക്കിയിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് 2 ബോക്സ് ഇവിടെ ആവശ്യമുണ്ട്. ചെറിയ ബോക്സ്, മോറിസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയൊരു ബോക്സ് കൊണ്ട് പറ്റും. എന്നിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്യുക. സിമ്പിൾ, കാര്യം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം.